ഹലോ ഫ്രണ്ട്സ്, സുഗമോ ദേവി പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇസബല്ലയും ഋഷിയും കെവിനും വിചാരിച്ച പോലെ തന്നെ നന്ദൻ്റെ ജീവിതത്തിൽ നിന്ന് ദേവിക പടിയിറങ്ങി പോയിട്ടുണ്ട്. അങ്ങനെ ഇവർ 3 പേരും ആണെങ്കിൽ അതിനെ തുടർന്ന് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് അവർ ഇത്രയും കാലം വിചാരിച്ചത് പ്രഭാവതിയുടെ കുടുംബത്തെ എങ്ങനെയെങ്കിലും തകർക്കണമെന്നായിരുന്നു. എന്ന് വെച്ചാൽ നന്ദൻ്റെ ജീവിതത്തിൽ നിന്ന് എന്തായാലും ദേവിക ഇറങ്ങിപ്പോയതോടെ തന്നെ ഇസബെല്ല ആ സ്ഥാനത്തേക്ക് വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇസബെല്ലയ്ക്ക്. ഇസബെല്ലയാണെങ്കിൽ അതിനെക്കുറിച്ച് തുടർന്നുള്ള സ്വപ്നങ്ങളെല്ലാം കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇസബെല്ലയെ ഞെട്ടിച്ചുകൊണ്ട് നന്ദനാണെങ്കിൽ ദേവികയെ പറ്റിയുള്ള ഓർമ്മകളെക്കുറിച്ചും ദേവികയെ താൻ എത്രത്തോളം സ്നേഹിക്കും എന്നുള്ള കാര്യം ഇസബെല്ലയോട് തുറന്നു പറയുന്നുണ്ട്. എല്ലാ തെറ്റും എൻ്റേത് മാത്രമാണ്. ഞാൻ അവളോട് സത്യങ്ങളെല്ലാം തുറന്നു പറയണമായിരുന്നു. ഏതൊരു ഭാര്യയും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ അവളും ചെയ്തിട്ടുള്ളൂ. തെറ്റ് എൻ്റേത് മാത്രമാണ്. അവളോട് അന്നേ കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ജീവിതം ഈ അവസ്ഥയിലാവില്ലായിരുന്നൊക്കെ നന്ദൻ പറയുന്നുണ്ട് ഇസബെല്ലയോടാണെങ്കിൽ. എന്നാൽ നന്ദനാണെങ്കിൽ ഇസബെല്ലയോടാണെങ്കിൽ ദേവികയെപ്പറ്റി ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഇസബെല്ലയ്ക്കാണെങ്കിൽ ഇത് സഹിക്കാൻ പോലും കഴിയുന്നില്ല. അത്രയേറെ വെറുപ്പായിരുന്നു ഇസബെല്ലയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ. ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി പോയിട്ടും അവളെപ്പറ്റിയുള്ള ഓർമ്മകളാണല്ലോ ഇവൻ്റെ മനസ്സിലെന്നാണ് ദേവികയെ പറ്റിയുള്ള ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇസബെല്ല ആലോചിച്ചിരുന്നത് തന്നെ. അതിനുശേഷമാണെങ്കിൽ കെവിൻ്റെ അടുത്ത് പോയിട്ട് നന്ദനാണെങ്കിൽ പറയുന്നുണ്ട്, നീ എൻ്റെ സുഹൃത്തല്ലേ, എന്നെ സഹായിക്കാൻ നീ മാത്രമേ ഉള്ളൂ. നീ എന്നെ സഹായിക്കുമെന്ന് തീർച്ചയായിട്ടുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ നിൻ്റെ സഹായം തേടി ഇങ്ങോട്ടേക്ക് വന്നത്. നീ എന്നെ നിരുത്സാഹപ്പെടുത്തില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. എന്തായാലും നീ ദേവികയെ വിളിച്ച് നടന്ന കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയണം. അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകാൻ പാടില്ല. അവളില്ലാത്ത ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കേണ്ട എന്നുള്ള കാര്യം നമ്മുടെ നന്ദനാണെങ്കിൽ പറയുന്നുണ്ട്. അങ്ങനെ കെവിനാണെങ്കിൽ നന്ദൻ്റെ ഈ അവസ്ഥ കണ്ട് നമ്മുടെ ദേവികയെ വിളിക്കുന്നുണ്ട്. ദേവികയെ വിളിച്ച ഉടൻ തന്നെ ശാരികയാണ് കോൾ എടുക്കുന്നത്. അങ്ങനെ കോൾ എടുത്ത് ശാരികയോട് കാര്യങ്ങളെ തുടർന്ന് പറഞ്ഞ് നമ്മുടെ കെവിൻ ദേവികയായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ദേവികയോടായിട്ട് പറയുന്നുണ്ട്, എന്തായാലും നീ ഇവിടെ വന്നേ മതിയാവുള്ളൂ. നീയാണ് അവൻ്റെ അവസ്ഥയ്ക്ക് ഈ കാരണം ഉണ്ടാക്കിയത്. എന്തായാലും അവനിപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ്. ഇതിൽ നിന്ന് അവനെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ കഴിയുള്ളൂ. അവൻ ചെയ്ത തെറ്റുകളെല്ലാം അവൻ നിനക്ക് നല്ലപോലെ രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി തരും. അവൻ്റെ ഭാഗത്തുള്ള ശരിയും ന്യായങ്ങളൊക്കെ എന്തായാലും അവൻ ഈ അവസ്ഥയിൽ നീട്ടിട്ട് പോകാൻ പാടില്ലെന്നൊക്കെ കെവിൻ പറയുന്നുണ്ട്. അങ്ങനെ കെവിനോടായിട്ട് നമ്മുടെ ദേവിക ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, എനിക്കങ്ങനെ ഒരു നന്ദനെയും അറിയില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഒരാളെ കണ്ടിട്ടുമില്ല. അങ്ങനെ ഒരാളുണ്ടായിരുന്നു, അയാളിപ്പോൾ എൻ്റെ മനസ്സിൽ പോലും ഇല്ല എന്നാണ് നമ്മുടെ ദേവിക പറഞ്ഞിരിക്കുന്നത് തന്നെ. ഇതെല്ലാം കേട്ടിട്ട് നന്ദനാണെങ്കിൽ ഒരുപാട് സങ്കടത്തോടെയാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് തന്നെ. അങ്ങനെ കെവിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നന്ദൻ്റെ മുമ്പിൽ നിൽക്കുന്നുമുണ്ട്. ഇതേ സമയത്ത് തന്നെ ദേവികയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഋഷിയും അരുന്ധതിയും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഋഷിയാണെങ്കിൽ പറയുന്നുണ്ട്, ഞങ്ങളെല്ലാവരും കൂടെ ആഗ്രഹിച്ച പോലെ തന്നെ ദേവികയാണെങ്കിൽ നന്ദൻ്റെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി പോയിട്ടുണ്ട്. ഇനി ഒരിക്കൽ പോലും അവൾ തിരിച്ചു വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതെന്തായാലും ഇവിടെ ഒരു ആഘോഷമായി മാറ്റണം എന്നുള്ള കാര്യം അരുന്ധതിയോട് നമ്മുടെ ഋഷി പറയുന്നുണ്ട്. അരുന്ധതി ആണെങ്കിൽ ഋഷിയോട് പറയുന്നുണ്ട്, നീ ഇവിടെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടക്കാൻ അവളാണ് ദേവിക, എന്നിട്ട് അവളുടെ ജീവിതം ഇങ്ങനെ ഇല്ലാതാക്കാൻ നിനക്ക് എങ്ങനെയാണ് മോനെ കഴിയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഋഷി പറയുന്നുണ്ട്, എൻ്റെ ജീവിതം ഇല്ലാതാക്കിയത് അവരാണ്, പിന്നെ ഞാനെന്തിന് അവരോട് കരുണ കാട്ടണം, അമ്മയ്ക്ക് എല്ലാം അറിയാലോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അരുന്ധതിയോടായിട്ടാണെങ്കിൽ ഋഷി. അങ്ങനെ ഋഷിയെ നമ്മുടെ അരുന്ധതി ഉപദേശിക്കുമ്പോൾ ഋഷി പറയുന്നുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും വേണമെങ്കിൽ നിർത്താം, പക്ഷെങ്കിൽ ഞാൻ സ്നേഹിച്ചിരുന്ന എൻ്റെ പെണ്ണിനെ ആ പ്രഭാവതി തിരിച്ചു കൊണ്ടുവന്നാൽ ഞാൻ എല്ലാ കാര്യങ്ങളും നിർത്താമെന്ന് പറയുന്നുണ്ട്. അരുന്ധതി പറയുന്നുണ്ട്, മരിച്ചുപോയ ഒരാളെ എങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നത്? എന്തായാലും അവർ നിന്നെ ദ്രോഹിച്ചു, അതുപോലെ തിരിച്ചും നീ ചെയ്താൽ എന്താണ് നിങ്ങൾക്കിടയിലെ വ്യത്യാസമെന്ന് അരുന്ധതി ഋഷിയോട് ചോദിക്കുന്നുണ്ട്. ഋഷി പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല, ഇനി അറിയാൻ വേണ്ട. എന്നെ ദ്രോഹിച്ചവരോട് തിരിച്ചും ഞാൻ തീർച്ചയായിട്ടും ദ്രോഹിക്കുക എന്നെ ചെയ്യും. അതിൽ അമ്മയൊന്നും ഇടപെടേണ്ട. അമ്മ ഈ പ്ലാനും കാര്യങ്ങളൊന്നും ആരോടും വിളിച്ച് പറയാനോ നിൽക്കേണ്ട. എന്തായാലും ഞാൻ പറയുന്ന പോലെ തന്നെ ഈ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെയാണ് നടന്നു പോകുന്നത്. അതെന്തായാലും ആരും മുടക്കാൻ വേണ്ടി വരണ്ടെന്നൊക്കെ ഋഷി അരുന്ധതിയോടായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ സിദ്ധാർത്ഥ ആണെങ്കിൽ നമ്മുടെ പ്രഭാതിയോട് പറയുന്നുണ്ട്, ദേവിക ഇപ്പോൾ വളരെയധികം സ്ട്രോങ് ആണ്. അവളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് അത്ര വലിയ നല്ല കാര്യമൊന്നുമല്ല. പിന്നെ അവളെ പറഞ്ഞ് മനസ്സിലാക്കാനും എന്ത് കാര്യമാണ് ഇരിക്കുന്നത്? നിൻ്റെ മകൻ തന്നെയാണ് അവൻ്റെ ജീവിതം ഇങ്ങനെ ഇല്ലാതാക്കുന്നത്. എന്തായാലും അവൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് അവൾ കണ്ടിരിക്കുന്നതും അറിഞ്ഞിരിക്കുന്നതും. അതെന്തായാലും ഒരു പെണ്ണായ നിനക്ക് എന്നേക്കാളും കൂടുതൽ മനസ്സിലാവില്ലേ? അങ്ങനെ സിദ്ധാർത്ഥനാണെങ്കിൽ പ്രഭാവതിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവളുടെ ഭാഗത്തുനിന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്, അപ്പം നിനക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും എന്നുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് പ്രഭാവതി ആണെങ്കിൽ. ദേവൻ്റെ ഈ അവസ്ഥ കാണുമ്പോൾ നമ്മുടെ ഋഷിയുടെ കാര്യങ്ങളെല്ലാം പ്രഭാവതിക്ക് നമ്മുടെ നന്ദനോട് പറയണമെന്നുണ്ട്. അങ്ങനെ നന്ദനോട് ഋഷിയുടെ കൊലപാതകമാണ് തൻ്റെ ഈ ഒരു ജീവിതത്തെ ഈ അവസ്ഥ വരെ എത്തിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ നന്ദനോട് തുറന്നു പറയണമെന്ന് പ്രഭാവതിക്കുണ്ട്. എന്നാൽ സാഹചര്യം കൊണ്ട് പ്രഭാവതിക്ക് അത് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് സത്യം.
അങ്ങനെ പ്രഭാവതി ആണെങ്കിൽ നന്ദനോടായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് എന്തായാലും ദേവികയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല, നീ തന്നെയാണ് നിൻ്റെ ജീവിതം നശിപ്പിക്കുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ദേവനെ ഉപദേശിക്കുമ്പോൾ ദേവൻ പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാണ്, അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, എന്തായാലും നടന്നതൊന്നും തിരുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഇസബലയെ പറ്റി നമ്മുടെ പ്രഭാവതി ചോദിക്കുന്നുണ്ട്. ഇസബലയുടെ ഒരു റൂമിലൊക്കെ കിടക്കാൻ മാത്രം നിങ്ങൾ തമ്മിൽ എന്ത് ബന്ധമാണുള്ളതെന്നൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് പ്രഭാവതിയാണെങ്കിൽ. എന്തായാലും അവളുടെ വീട്ടുകാരെല്ലാവരും എല്ലാ കാര്യവും അറിഞ്ഞിട്ടുണ്ട്. അവളോട് എന്തായാലും MLA സ്ഥാനം മാറ്റരുത്, അതിൽ നിന്ന് പിന്മാറരുത് എന്ന് തന്നെയാണ് അവളുടെ വീട്ടുകാർ പറഞ്ഞത്. ഇനി എന്തായാലും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നിനക്കെതിരെ പ്രതികാരം ചെയ്യാനാണ് ദേവിക ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് തന്നെ, നീ തന്നെയാണ് നിൻ്റെ ജീവിതം ഇതുവരെ കൊണ്ടെത്തിച്ചേ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രഭാവതിയാണെങ്കിൽ നന്ദൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോകുന്നുണ്ട്. നന്ദനാണെങ്കിൽ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസാന ദൃശ്യമാണ് നമുക്കിടയിൽ കാണിച്ചിരിക്കുന്നത് തന്നെ. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിൻ്റെ എല്ലാ വീഡിയോസും നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും.